നമസ്കാരം, ഞാൻ ഡോക്ടർ അരുൺ ബി നായർ. വയസ്സുള്ള 3ാം വർഷ ബിരുദ വിദ്യാർത്ഥിയായ ആൺകുട്ടി ഒരു ദിവസം രാവിലെ സ്വന്തം മുറിക്കുള്ളിൽ തൂങ്ങി മരിക്കാൻ ശ്രമിച്ചതിനെ തുടർന്ന് മാതാപിതാക്കൾ അദ്ദേഹത്തെ രക്ഷപ്പെടുത്തി ആശുപത്രിയിൽ എത്തിക്കുകയാണ് ചെയ്തത്. ചികിത്സ കൊടുത്തതിനെ തുടർന്ന് അദ്ദേഹത്തിൻ്റെ ശാരീരിക ആരോഗ്യമൊക്കെ മെച്ചപ്പെട്ടു. എന്തിനാണ് നീ ഇങ്ങനെ ചെയ്തത് എന്ന് അച്ഛനും അമ്മയും മാറി മാറി ആ കുട്ടിയോട് ചോദിക്കുന്നു. അവൻ പ്രത്യേകിച്ച് മറുപടിയൊന്നും പറയുന്നില്ല. നിങ്ങൾക്കിതൊന്നും പറഞ്ഞാൽ മനസ്സിലാകില്ല എന്ന് മാത്രമാണ് അവൻ പറയുന്നത്. അവൻ്റെ ശാരീരിക നില മെച്ചപ്പെട്ടതിന് ശേഷമാണ് ഞങ്ങളുടെ അടുത്തേക്ക് ആ കുട്ടി എത്തുന്നത്. ഞങ്ങൾ അയാളോട് എന്തായിരുന്നു ഇങ്ങനെ സ്വന്തം ജീവൻ എടുക്കാനുള്ള കാരണമെന്ന് ചോദിച്ചു. കാരണം കൗമാരപ്രായത്തിലുള്ള ഒരു ആൺകുട്ടി സ്വന്തം ജീവൻ എടുക്കാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ അതിൻ്റെ പുറകിൽ വളരെ ഗൗരവമുള്ള കാരണങ്ങളുണ്ടായിരിക്കണം എന്നാണ് നമ്മൾ വിശ്വസിക്കുന്നത്. ആ കുട്ടിയോട് ചോദിച്ചപ്പോൾ അവൻ ആദ്യം കുറച്ചു നേരം മനസ്സ് തുറന്ന് സംസാരിക്കാൻ മടി കാണിച്ചു. കുറച്ചേറെ നേരം ശ്രമിച്ചതിന് ശേഷമാണ് പതിയെ അവൻ്റെ പ്രയാസങ്ങൾ വെളിപ്പെടുത്താൻ തുടങ്ങിയത്. അവൻ പറഞ്ഞു തുടങ്ങിയത് കഴിഞ്ഞൊരു വർഷമായിട്ട് രാത്രിയിൽ ഉറക്കം നന്നായിട്ട് കിട്ടുന്നില്ല. ഉറങ്ങാൻ കിടക്കാൻ ശ്രമിക്കുന്നു. ഒരു 10 മണിയൊക്കെ ആകുമ്പോഴേക്കും കണ്ണടച്ച് കിടക്കാൻ ശ്രമിക്കുന്നുവെങ്കിലും ഉറക്കം കിട്ടുന്നില്ല. പലതരം അസ്വസ്ഥതയുണ്ടാക്കുന്ന ചിന്തകൾ മനസ്സിലേക്ക് വരുന്നു. അഥവാ ഒന്ന് കണ്ണടച്ച് കഴിഞ്ഞാലും ചില പേടി സ്വപ്നങ്ങൾ കാണുന്നു, ഉണർന്നു പോകുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് തുടങ്ങിയത്. നമ്മൾ കൂടുതലായിട്ട് അവൻ്റെ വിഷാദ രോഗത്തിൻ്റെ ലക്ഷണങ്ങളോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ എന്നൊക്കെ ചോദിച്ചപ്പോൾ അതൊക്കെ അവൻ നിഷേധിക്കുന്ന ഒരു സാഹചര്യമുണ്ടായി. കുറച്ച് കഴിഞ്ഞിട്ട് അവൻ പറഞ്ഞു, കഴിഞ്ഞ ഒരു 6 മാസക്കാലമായിട്ടെങ്കിലും എനിക്ക് വല്ലാത്ത ചിന്തകൾ മനസ്സിലോട്ട് വരികയാണ്. അതിൽ പ്രധാനപ്പെട്ട ഒരു ചിന്ത എന്ന് പറയുന്നത്, ഒരു പൊതുസ്ഥലത്ത് നിൽക്കുന്നു, അവൻ്റെ കോളേജിൽ നിൽക്കുകയാണ്, അല്ലെങ്കിൽ മറ്റു കൂട്ടുകാരുടെ കൂടെ നിൽക്കുന്നൊരു സമയം വരുമ്പോൾ അവൻ്റെ മനസ്സിൽ അവൻ സ്വകാര്യമായി ചിന്തിക്കുന്ന കാര്യങ്ങളെല്ലാം ഈ ചുറ്റുമുള്ള ആളുകൾക്കെല്ലാം മനസ്സിലാകുന്നു എന്നൊരു തോന്നൽ ഇവന് വരികയാണ്. ഞാൻ അയാളോട് ചോദിച്ചു, എങ്ങനെയാണ് അത് നിനക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്? നിങ്ങളുടെ മനസ്സിലുള്ള ചിന്തകളൊക്കെ ആരെങ്കിലും നിങ്ങളെ പറഞ്ഞു കേൾപ്പിച്ചോ? പറഞ്ഞു കേൾപ്പിക്കുന്നതല്ല, അവരുടെ മുഖഭാവമൊക്കെ കണ്ടു കഴിഞ്ഞാൽ അറിയാം എന്തോ പ്രശ്നമുണ്ടെന്ന്. ഏതോ ഒരു ദിവസം ഒരു ഭക്ഷണം കഴിച്ചത് വയറ്റിൽ പിടിക്കാത്ത മൂലം ഒരു ദഹനക്കേട് തോന്നി, വയറ് വളരെ അസ്വസ്ഥമായിരുന്നു ഒരു ദിവസം. അന്നത്തെ ദിവസം കോളേജിൽ അദ്ദേഹത്തിൻ്റെ ചുറ്റും നിന്ന കൂട്ടുകാരെല്ലാം മുഖം ഒരു പ്രത്യേക ഭാവത്തിൽ ഇങ്ങനെ പ്രദർശിപ്പിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ എൻ്റെ മനസ്സിൽ എനിക്ക് വയറ്റിളക്കം വരുമോ എന്നൊരു തോന്നൽ വന്നതൊക്കെ ഇവർക്ക് മനസ്സിലായതുകൊണ്ടായിരിക്കും അവരങ്ങനെ ചെയ്ത്. ഇങ്ങനെയുള്ള ചിന്തകളാണ്. കഴിഞ്ഞൊരു 3 മാസക്കാലമായിട്ടെങ്കിലും വല്ലാത്ത തീവ്രമായ അവസ്ഥയിലേക്ക് ഈ ഒരു ബുദ്ധിമുട്ട് വരികയാണ്. അവൻ മനസ്സിൽ തോന്നുന്ന സ്വകാര്യമായ കാര്യങ്ങളെല്ലാം അവൻ്റെ അച്ഛനും മനസ്സിലാവുന്നു, അമ്മയ്ക്ക് മനസ്സിലാവുന്നു. അവരെന്തെങ്കിലും സംസാരിച്ചു കഴിഞ്ഞാൽ അവൻ്റെ ഈ സ്വകാര്യ ചിന്തകൾ മനസ്സിലാക്കി അർത്ഥം വെച്ച് അവർ സംസാരിക്കുകയാണ് എന്ന മട്ടിലുള്ള ചിന്തകൾ വരികയാണ്. അവൻ്റെ വീടിന് നേരെ ഓപ്പോസിറ്റായിട്ട് ഒരു വീട്ടിൽ പുതിയ ഒരു കുടുംബം താമസത്തിന് വന്നു. അവിടെ ഒരു 18 വയസ്സുള്ളൊരു പെൺകുട്ടിയുണ്ട്. അവൻ്റെ കോളേജിൽ തന്നെ 1ാം വർഷ ഡിഗ്രി പഠിക്കുന്ന ഒരു കുട്ടിയാണ്. നല്ല സുന്ദരിയായൊരു പെൺകുട്ടിയാണ്. ആ കുട്ടിയോട് ഇവനൊരു ആകർഷണം തോന്നുന്നു. രാത്രി സമയങ്ങളിലൊക്കെ അവളെക്കുറിച്ച് ചിന്തിക്കുന്നു, കിനാവുകൾ കാണുന്നു. അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ സംഭവിച്ചു. ഒരു ദിവസം രാവിലെ ഇവനൊരു കടയിൽ സാധനം വാങ്ങാൻ പോയിട്ട് മടങ്ങി വരികയായിരുന്നു, ഒരു ഞായറാഴ്ച. അപ്പോൾ ഓപ്പോസിറ്റായിട്ട് ഈ പെൺകുട്ടി നടന്നു വരികയാണ്. ആ പെൺകുട്ടി ഇവനെ നോക്കി ഒന്ന് ചിരിച്ചു. ഒരു സൗഹൃദപൂർവമായ ഒരു പുഞ്ചിരി ആയിരിക്കണം എന്ന് കരുതുന്നു. പക്ഷെ പെട്ടെന്ന് ഇവൻ്റെ തലയിൽ ഒരു ഇടിമിന്നൽ പോലത്തെ ഒരു ചിന്തയാണ് വരുന്നത്. ഞാൻ ഇന്നലെ രാത്രി ഇവളെക്കുറിച്ച് മനസ്സിൽ സങ്കല്പിച്ച അല്പം ലൈംഗിക സ്വഭാവമുള്ള ദൃശ്യങ്ങൾ, അത് മനസ്സിലാക്കിയിട്ടാണ് ഇവൾ എന്നെ നോക്കി പരിഹസിച്ച് ചിരിക്കുന്നത് എന്നൊരു പെട്ടെന്നൊരു ചിന്ത വരികയാണ്. ഞാൻ ആകെ നാണം കെട്ടു. ആ പെൺകുട്ടിയുടെ മുൻപിൽ ഞാൻ ഒരു മാന്യതയുമില്ലാത്തവനായി മാറിയല്ലോ എന്ന് കരുതി പെട്ടെന്നുള്ള ആ ഒരു തോന്നലിലാണ് അവൻ വീട്ടിൽ വന്നിട്ട് തൂങ്ങി മരിക്കാനായിട്ട് ശ്രമിക്കുന്നത്. വളരെ വിചിത്രമായിട്ടുള്ളൊരു അനുഭവമായിട്ട് ഇത് തോന്നും കേൾക്കുന്ന ആളുകൾക്ക്. പക്ഷേ സ്കിറ്റ്സോഫ്രീനിയ എന്ന് പറയുന്ന മനോവിഘടനമെന്ന് നമ്മൾ മലയാളത്തിൽ പറയും, ഒരു ചിത്തഭ്രമ രോഗമുണ്ട്. ഈ രോഗത്തിൻ്റെ വളരെ പ്രധാനപ്പെട്ട ഒരു ലക്ഷണമാണ് ഞാൻ ഇന്ന് ഈ സൂചിപ്പിച്ച ലക്ഷണം. ഇതിനെ ചിന്താ സംപ്രേക്ഷണം അല്ലെങ്കിൽ തോട്ട് ബ്രോഡ്കാസ്റ്റ് എന്ന് പറയും. എന്താണ് ഈ ചിന്താ സംപ്രേക്ഷണം എന്ന് പറയുന്നത്? സാധാരണഗതിയിൽ നമ്മുടെ മനസ്സിലുള്ള സ്വകാര്യമായ ചിന്തകൾ നമ്മൾ പറഞ്ഞാലേ മറ്റുള്ളവർക്ക് മനസ്സിലാക്കാൻ സാധ്യതയുള്ളൂ. ഒരുപക്ഷെ ചില ആളുകൾക്ക് നമ്മുടെ മനസ്സിലുള്ള ചിന്തകളൊക്കെ ഊഹിച്ച് കണ്ടുപിടിക്കാനൊക്കെ സാധിക്കും. അങ്ങനെയുള്ള ചില കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ എങ്കിലും അക്ഷരാർത്ഥത്തിൽ നമ്മുടെ മനസ്സിൽ വരുന്ന സ്വകാര്യമായ ചിന്തകളൊക്കെ മറ്റുള്ളവർക്കെല്ലാം മനസ്സിലാകുക എന്നുള്ളത് സാധ്യമായൊരു കാര്യമല്ല. പക്ഷേ ഈ കുട്ടിക്ക് തോന്നുന്നത് അവൻ്റെ മനസ്സിൽ വരുന്ന സ്വകാര്യമായ ചിന്തകൾ അവൻ പറയാതെ തന്നെ ചുറ്റുപാടുമുള്ള എല്ലാ ആളുകൾക്കും മനസ്സിലാകുന്നു. അവൻ്റെ സ്വകാര്യത പരിപൂർണമായിട്ട് നഷ്ടപ്പെട്ടു പോകുന്നൊരു അവസ്ഥയാണിത്.
ഇത് ശരിക്കും പറഞ്ഞാൽ ഒരു മിഥ്യാവിശ്വാസം അല്ലെങ്കിൽ ഡെല്യൂഷൻ എന്ന് പറയുന്നൊരവസ്ഥയാണ്. എന്താണ് ഈ മിഥ്യാവിശ്വാസം? മിഥ്യാവിശ്വാസം എന്ന് പറഞ്ഞാൽ തെറ്റായൊരു കാര്യം ശരിയാണ് എന്നൊരു വ്യക്തി ഉറച്ചു വിശ്വസിക്കുന്നു. ആ വിശ്വാസം തെറ്റാണ് എന്ന് സ്ഥാപിക്കുന്ന തെളിവുകൾ ഹാജരാക്കിയാൽ പോലും ആ വിശ്വാസത്തിന് ഇളക്കം തട്ടുന്നില്ല. ആ വിശ്വാസം അതുപോലെ തുടരുകയാണ്. അത് ആ വ്യക്തിയുടെ സാംസ്കാരികവും വിദ്യാഭ്യാസപരവുമായ പശ്ചാത്തലത്തിന് അനുയോജ്യമല്ലാത്തൊരു വിശ്വാസവുമായിരിക്കും. ഇവിടെ ഇദ്ദേഹത്തിനൊരു ഡെല്യൂഷനാണ്, ഒരു മിഥ്യാവിശ്വാസമാണ്. ഇവിടെയുള്ള അയാളുടെ മിഥ്യാവിശ്വാസത്തിൻ്റെ വിശദമായിട്ടുള്ള പേരാണ് നേരത്തെ സൂചിപ്പിച്ച തോട്ട് ബ്രോഡ്കാസ്റ്റിംഗ് അല്ലെങ്കിൽ ചിന്താ സംപ്രേഷണം എന്ന് പറയുന്നത്. ഇത് കേൾക്കുമ്പോൾ നമുക്ക് ഒരു നിസ്സാര കാര്യമായിട്ട് തോന്നാം, പക്ഷേ ഇത് അനുഭവിക്കുന്ന ഒരാളിനെ സംബന്ധിച്ചിടത്തോളം അയാളുടെ സ്വകാര്യത പരിപൂർണമായി നശിക്കുന്നൊരവസ്ഥയാണ്. നമുക്ക് ആകെക്കൂടെ സ്വകാര്യമായി ഉള്ളത് നമ്മുടെ ചിന്തകളാണ്, അല്ലേ? അത് നമ്മൾ പറയാതെ മറ്റുള്ളവരറിയില്ല. അതുകൊണ്ട് മനസ്സിൽ പലതരം ചിന്തകൾ വരുന്നു. അത് മറ്റുള്ളവരറിയാത്തത് കൊണ്ട് നമുക്ക് നമ്മുടെ സ്വകാര്യമായ ലോകത്ത് നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ അഭിരമിക്കാനായിട്ട് നമുക്ക് സാധിക്കുന്നു. പക്ഷേ നമ്മുടെ മനസ്സിൽ വരുന്ന ഈ സ്വകാര്യമായ ചിന്തകളെല്ലാം നാട്ടുകാർക്കെല്ലാം മനസ്സിലാകുന്നു എന്ന് പറഞ്ഞാൽ നമ്മുടെ സ്വകാര്യത പരിപൂർണമായി നശിക്കുന്നൊരവസ്ഥയാണ്. നമ്മുടെ മനസ്സിൽ തോന്നുന്ന കിനാവുകളും അത്തരം സ്വപ്നങ്ങളും ഇതെല്ലാം, പ്രത്യേകിച്ചൊരു കൗമാരപ്രായക്കാരനായിട്ടുള്ളൊരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം അതെല്ലാം മറ്റുള്ളവർ അറിയുന്നു എന്ന് പറയുന്നത് വളരെ ഭീതിജനകമാണ്. അതാണ് അവനെ ജീവനെടുക്കാൻ പ്രേരിപ്പിച്ചത്. നമ്മുടെ തലച്ചോറിലെ ഡോപ്പമിൻ എന്ന രാസവസ്തു അളവിൽ കൂടുതലായി ഉൽപ്പാദിപ്പിക്കപ്പെടുമ്പോഴാണ് ഇത്തരത്തിലുള്ള മിഥ്യാവിശ്വാസങ്ങൾ വരുന്നത്. അതുകൊണ്ട് തന്നെ ഈ രോഗത്തിൻ്റെ ചികിത്സ ഈ ഡോപ്പമിൻ്റെ അളവ് ക്രമീകരിക്കാൻ സഹായിക്കുന്ന മരുന്നുകളാണ്. ചിത്തഭ്രമ വിരുദ്ധ ഔഷധങ്ങൾ അല്ലെങ്കിൽ ആൻറ്റിസൈക്കോട്ടിക്സ് എന്ന് പറയും. ഈ മരുന്നുകൾ കൊടുത്തു കഴിഞ്ഞാൽ ക്രമേണ ഈ തലച്ചോറിലെ ഡോപ്പമിൻ്റെ അളവ് കുറഞ്ഞു വരും. ഡോപ്പമിൻ്റെ അളവ് കുറഞ്ഞ് നോർമലാകുന്ന മുറയ്ക്ക് ഈ മിഥ്യാവിശ്വാസങ്ങളുടെ ശക്തി കുറഞ്ഞു വരും. ഇവിടെയും അങ്ങനെ തന്നെയാണ് സംഭവിച്ചത്. ആ കുട്ടിക്ക് നമ്മൾ മരുന്നുകൾ ആരംഭിച്ചു. ഏതാനും ആഴ്ചകൾ കഴിഞ്ഞപ്പോൾ അവൻ്റെ മിഥ്യാവിശ്വാസത്തിൻ്റെ തീവ്രത കുറഞ്ഞു വന്നു. ഇങ്ങനെയൊന്നും മറ്റുള്ളവർക്ക് അറിയാൻ സാധ്യതയില്ല എന്നൊരു ബോധത്തിലേക്ക് അവൻ എത്തി. ഒരു 3 മാസം കഴിഞ്ഞപ്പോൾ പൂർണ്ണമായിട്ട് ആ രോഗലക്ഷണങ്ങൾ മാറുകയും ചെയ്തു. ഒരുപക്ഷേ രോഗലക്ഷണം മാറിക്കഴിഞ്ഞ് വീണ്ടും ഒരു വർഷം കൂടെ ഈ മരുന്നൊന്ന് തുടരേണ്ടി വരും. കാരണം ഇത് ആവർത്തിച്ചു വരുന്നില്ല എന്ന് ഉറപ്പുവരുത്താനായി. കൃത്യമായ ഒരു ചികിത്സ നൽകിക്കഴിഞ്ഞാൽ ഇത് ഭംഗിയായിട്ട് നിയന്ത്രിക്കാൻ സാധിക്കും. പക്ഷേ ചികിത്സിക്കപ്പെടാതെ പോയി കഴിഞ്ഞാൽ ഒരുപക്ഷേ നേരത്തെ സൂചിപ്പിച്ച പോലെയുള്ള ആത്മഹത്യാ പ്രവണതകളിലേക്കൊക്കെ ഇത് എത്താനും സാധ്യതയുണ്ട്. നമസ്കാരം.